ബംഗാളിൽ കൂട്ടമാനഭംഗം. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ ഇന്നലെയാണ് സംഭവം. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ബംഗാളിലെ സാമൂഹിക അന്തരീക്ഷം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഒരു വനിതാ മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു നിയമ വിദ്യാർത്ഥിനി കൂട്ടമാനഭംഗത്തിനിരയായിരിക്കുന്നത്. അതും തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കമുള്ള പ്രതികൾ ആ പട്ടികയിലുള്ളപ്പോൾ എങ്ങനെ കാണാം? രോഹിണി, വളരെയധികം സാംസ്കാരിക ഔന്നത്യമുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നതിന് ശേഷം കേൾക്കാനുള്ള വാർത്തകൾ കൊലപാതകത്തിൻ്റെയും ഇതോടൊപ്പമുള്ള ബലാത്സംഗം അടക്കമുള്ളവയുടെ വാർത്തകളാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഈ രീതിയിലുള്ള അവസ്ഥ, സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. മമതാ ബാനർജി അവിടെ ഭരിക്കുമ്പോഴാണ് തുടർച്ചയായി അവിടുത്തെ പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്നത്. നേരത്തെ RG കർ മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി, ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായ സംഭവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതിഷേധം, ആ അലയൊലികൾ അടങ്ങുന്നതിന് മുൻപാണ് ഇപ്പോഴൊരു 24-കാരിയായ നിയമ വിദ്യാർത്ഥിനി ബംഗാളിൽ കൊൽക്കത്തയിൽ, സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ഇതിലെ ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്നാൽ ഇതിലെ ഒരു പ്രതി തൃണമൂൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ളതാണ്. അയാളുടെ പേര് മനോജിത് മിശ്ര എന്നാണ്. 31 വയസ്സാണ് ഈ മനോജിത് മിശ്ര എന്ന കാപാലികന് ഉള്ളത്. മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ TMCPയുടെ മുൻ യൂണിറ്റ് പ്രസിഡന്റുമാണ് ഈ മനോജിത് മിശ്ര എന്ന വ്യക്തി. സൈബ് മുഹമ്മദ് 19 വയസ്സുകാരനാണ്. പ്രമിത് മുഖർജി 20 വയസ്സുകാരൻ, സ്റ്റാഫ് അംഗം കൂടിയാണ് ആ കോളേജിലെ. അയാളും ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡിൻ്റെ മുറിയിൽ കൊണ്ടിട്ടാണ് ഈ പെൺകുട്ടിയെ, ഈ വിദ്യാർത്ഥിനിയെ പീഡനത്തിന് ഇരയാക്കിയത്. അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിനായി കോളേജിലേക്ക് വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി. ആ കുട്ടിയെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി പീഡനത്തിന് വിധേയയാക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആരോഗ്യസ്ഥിതി, മെഡിക്കൽ പരിശോധനകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. അതിൻ്റെ ട്രോമ ആ പെൺകുട്ടി അതിജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. ബംഗാളിൽ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ആണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. നിലവിൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇതുവരെയും ആ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടിട്ടുമില്ല. അതായത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ നേതാക്കൾ തന്നെ പീഡനത്തിന് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് തൃണമൂലിൽ നിന്ന് വരുന്ന വാർത്ത. പൂർണ്ണമായും നിയമവാഴ്ച തകർന്ന സംസ്ഥാനമായി, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത സംസ്ഥാനമായി ഈ ബംഗാൾ തൃണമൂലിന് കീഴിൽ, മമതയ്ക്ക് കീഴിൽ മാറിയിരിക്കുന്നു. ശ്രീകാന്ത്, അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാവ് അടക്കം 3 പേരാണല്ലോ നിലവിൽ അറസ്റ്റിലുള്ളത്. ഈ സംഭവത്തിൽ പങ്കാളികളായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുമോ? അതോ അതിലും നമുക്കറിയാം ബംഗാളിൻ്റെ സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ, ഈ അന്വേഷണത്തിലൊക്കെ സുതാര്യത എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. നിലവിലിപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്നവർ തന്നെയാണോ ഇതിലെ പ്രതികൾ? കൂടുതൽ പേർ ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? നിലവിൽ പോലീസ് അറിയിച്ചത് പ്രകാരം ഈ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അവരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാകൂ. നിലവിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിലൊരാൾ തൃണമൂലിൻ്റെ നേതാവാണ്, അവിടുത്തെ മുൻ വിദ്യാർത്ഥിയാണ്. നിലവിൽ തൃണമൂലിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവാണ്. ഈ രീതിയിൽ ആണ് അവിടെ. പക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നടന്നൊരു കാര്യം, ആ പെൺകുട്ടിയുടെ തന്നെ മൊഴി കൂടി ഉണ്ടായിരുന്നു എന്നതിനാൽ ഈ തൃണമൂൽ നേതാവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല മമതാ ബാനർജിയുടെ പോലീസിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ കേന്ദ്രമന്ത്രിമാർക്ക് നേരെ പലകുറി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സന്ദേശ് ഖലിയിൽ സ്ത്രീകൾക്ക് നേരെ പീഡനം, കൂട്ടബലാത്സംഗം ഉണ്ടായ സ്ഥലമാണ് സന്ദേശ് ഖലി. അത് ഈ ബംഗാളിലാണുള്ളത്. അത് ഈ മമതാ ബാനർജി ഭരിക്കുമ്പോൾ അവർക്ക് കീഴിലാണ് അവിടെ ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ പ്രതിപക്ഷ നിരയിലെ MLA-മാരെ കൊന്നു കെട്ടിത്തൂക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്നുള്ളത് പലകുറി നമ്മൾ
കണ്ടിട്ടുള്ളതാണ്. CPIM-ൻ്റെതടക്കമുള്ള MLA-മാരെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവങ്ങൾ ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. BJP-യുടെ നിരവധി കാര്യകർത്താക്കൾക്ക് ജീവൻ നഷ്ടമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ രാഷ്ട്രീയം എന്ന് പറയാമെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. RG കർ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിക്ക് പീഡനത്തിനിരയായി, അതിക്രൂര പീഡനത്തിനിരയായ സംഭവം ഒന്ന് കഴിഞ്ഞതെന്ന് കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് അവിടെ ഒരു പെൺകുട്ടി കൂടി പിച്ച് ചീന്തപ്പെട്ടിരിക്കുന്നത് എന്ന് ലജ്ജാകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി കൂടിയാണ് ഈ തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ നേതാവ് മമതാ ബാനർജിയും. ഒരു തരത്തിലുള്ള പ്രതികരണവും ഇനിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ശരി ശ്രീകാന്ത്, ബംഗാളിൽ കൂട്ടമാനഭംഗം. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ ഇന്നലെയായിരുന്നു സംഭവം.